അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് പോയിരുന്നല്ലോ, അന്ന് നമ്മൾ ഭീമാപ്പള്ളിയിൽ പോയിരുന്നേ. ട്രെയിൻ ഇറങ്ങിയിട്ട് നമ്മൾ ഫ്രഷായിട്ട് പിന്നെ നമ്മൾ ഭീമാപ്പള്ളിയിലേക്കാണ് പോയത്. കാരണം കുറച്ച് ടൈം ഉണ്ടായിരുന്നു, രാവിലെ തന്നെ എത്തിയതിനോണ്ട് കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അടുത്താണല്ലോ ഈ ഭീമാപ്പള്ളി, അതുകൊണ്ട് അവിടേക്ക് ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭീമാപ്പള്ളി കാണുന്നത്. ചെറുപ്പത്തിലേ ഞാൻ കേൾക്കാറുണ്ട് ഭീമാപ്പള്ളി എന്നൊക്കെ, പക്ഷേ ഇപ്പോഴാണ് ഒന്ന് കാണാൻ പറ്റിയത്. അപ്പം ഇവിടെ പല മതസ്ഥരും വരുന്നുണ്ട് കേട്ടോ. പല ഭാഗത്തുനിന്നും പല വ്യത്യസ്ത മതസ്ഥയിലുള്ളവർ വന്നിട്ട് പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഓരോതായിട്ടുള്ള വിശ്വാസങ്ങളൊക്കെയാണ്, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് വേണ്ട, അങ്ങനെയുള്ളൊരു ഇതാണ്. അപ്പം ഞാനെന്തായാലും ഇവിടുത്തെ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കും, വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അവർ എടുക്കേണ്ട അങ്ങനെ അലൗഡ് എല്ലാം തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിയുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടോളൂ. അപ്പോൾ ഇവിടെ ഒരു 3 കിണറുണ്ട്, അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അവിടെ ഒരുപാട് സ്ത്രീകൾ കുളിക്കുന്നുണ്ട്. 3 കിണറാണ്. പിന്നെ അപ്പുറത്ത് ഒരു ഭാഗം തന്നെ ആണുങ്ങൾക്കുണ്ട്, അവിടെ 2. അങ്ങനെ ഉപ്പ, മകൻ, ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടുള്ള കിണറാണ്. അപ്പോൾ ആ കിണറിൽ ഇങ്ങനെ കുളിച്ചാൽ നമ്മൾ വിചാരിച്ച സംഗതികളൊക്കെ നടക്കും, പിന്നെ എല്ലാ രോഗങ്ങളും മാറി കിട്ടും. മരുന്ന് കിണറെന്നാണ് കേട്ടോ അതിൻ്റെ പേര്. ഒരുപാട് സ്ത്രീകളൊക്കെ കുളിക്കുന്നുണ്ട്. ഞാൻ പോയി മൊബൈലായിട്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അടി കിട്ടും, അപ്പോൾ എനിക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇവിടെ തന്നെ ഉസ്താദ് ഇങ്ങനെ പറയുന്നുണ്ട്, വീഡിയോ അങ്ങനെ എടുക്കേണ്ട കേട്ടോ, അങ്ങനെ എടുക്കേണ്ട കേട്ടോ, അങ്ങനെ. പിന്നെ ഞാൻ പുറത്തുനിന്നാണ് അധികം എടുത്തത്. അപ്പോൾ എന്തോ ഒരു ഇതാണ്ടായിരിക്കും, എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ. പിന്നെ ഇതാ ഇവിടെ വിമാനത്താവളമൊക്കെ അടുത്താണ് കേട്ടോ. ഒരുപാട് ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തൊട്ടടുത്താണ് നമ്മളെ തിരുവനന്തപുരം വിമാനത്താവളം ഉള്ളത്. അപ്പോൾ വിമാനമൊക്കെ ഫ്ലൈറ്റൊക്കെ വലുതായിട്ട് പറക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നന്നായിട്ട്. നല്ല വെയിലുണ്ടായിരുന്നു, അവിടെ ഒന്നും മഴ ഒന്നും ഇല്ലായിരുന്നു സംഭവം. അപ്പോൾ ഇതാ ഈ നിങ്ങൾ പോകുന്ന കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങോട്ട് ചെന്ന് എടുക്കാനൊന്നും അങ്ങനെ പറ്റിയില്ല. ഈ കുടത്തിൽ പാല് വെച്ചിട്ട് അങ്ങനെ പോകാണ്. അപ്പോൾ അതൊക്കെ എടുക്കാൻ പറ്റിയില്ല, അതിൻ്റെ ഉള്ളിൽ ആൾക്കാരുണ്ട് അങ്ങനെ. പിന്നെ എന്നാലും ഞാനൊന്ന് ചെറുതായിട്ട് ആരും കാണാതൊക്കെ ഒന്ന് പോയിട്ടോ. എനിക്കറിയില്ല, ഞാൻ വീഡിയോ ഇങ്ങനെ എടുക്കുമ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ എടുക്കണ്ട എന്നൊക്കെ. ഇനി വല്ല ആൾക്കാരൊക്കെ ഇതൊക്കെ ഷൂട്ടൊക്കെ ചെയ്യുന്നവരൊക്കെ വന്ന് എടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ മെല്ലേനെ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാണ്, എന്താ സംഭവം എന്നൊക്കെ ഒന്ന് കാണണമല്ലോ. അപ്പം ഞാൻ മെല്ലെ കയറിയപ്പോൾ ഇതാ വലിയൊരു ഹോളാണ് കേട്ടോ, ഭയങ്കര വലിയ ഹോളാണ് സംഭവം. ഭയങ്കര കിടിലൻ സംഭവം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ. ഒരുപാട് പേര് അവിടെ ഇരിക്കുന്നത്. വല്ല തിരക്കൊന്നും ഇല്ലാത്ത ദിവസമാണെന്ന് തോന്നുന്നു, അതിനെക്കൊണ്ട് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റി. അങ്ങനെ പിന്നെ ഇതാ ഇവിടെ എന്തോ ഒരു പട്ട് തലയിൽ വെച്ചിട്ട് ഇതൊക്കെ എന്തൊക്കെ ഉണ്ട്, പല ആചാരങ്ങളാണ് കേട്ടോ. അത് നമ്മൾ നിന്ദിക്കല്ല, ഞാൻ പറഞ്ഞല്ലോ, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, എല്ലാവർക്കും വേണ്ട. അങ്ങനെ ഒരു നല്ല എന്താണ്, വിശ്വസിക്കുന്നവർക്ക് അത് വലിയ സംഭവം തന്നെയാണ് അങ്ങനെ. അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര സംഭവമായിട്ട് തന്നെയാണ് ഉള്ളത്. ഒരുപാട് പേർക്ക് ഇരിക്കാനും അങ്ങനെയൊക്കെ ഉള്ളത്. ഒരു പട്ട് വെച്ചിട്ട് എന്തൊക്കെ ചൊല്ലും, അങ്ങനെ അത് ചൊല്ലിയിട്ട് പിന്നെ ആ ഒരു കർട്ടൻ നീക്കിയിട്ട് ആ ഒരു മക്ബറ കാണിച്ചു കൊടുക്കലാണ് കേട്ടോ. അതാണ് അവിടുത്തെ അങ്ങനത്തെ ഒരു ആചാരമുണ്ട്. അങ്ങനെ എന്തായാലും നമ്മളവിടെ കുറച്ച് നേരം അവർ കാണാതെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിക്കണ്. അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അവൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.